أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلق السماوات والأرض بالحق تعالى عما يشركون. خلق الإنسان من نطفة فإذا هو خصيم مبين. സല്ലല്ലാഹുൽ അലീം. സൂറത്തു നഹ്ലിലെ 3-4 ആയത്തുകൾ. ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അസ്സമാവാത്തി ആകാശങ്ങളെ, വൽ അർള ഭൂമിയെയും, ബിൽ ഹഖ് യാഥാർത്ഥ്യമായിട്ട്, തആല അവൻ അത്യുന്നതനാകുന്നു, അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം. ഖലഖൽ ഇൻസാന അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, മിൻ നുത്ഫത്തിൻ ശുക്ലകണത്തിൽ നിന്ന്. നത്തഫ എന്ന് പറഞ്ഞാൽ തുള്ളി ഉറ്റുക എന്നാണ്. തുള്ളി ഉറ്റുന്ന ദ്രാവകത്തിൽ നിന്ന് എന്നാണ് വാക്കിൻ്റെ നേരർത്ഥം. ഉദ്ദേശ്യം ശുക്ലമാണ്. ഫഇദാ ഹുവ എന്നിട്ട് അവനതാ ഹസീമുൻ കുതർക്കി, ഹസമ തർക്കിച്ചു, ഹാസമ വൈദാ ഹാസമ ഫജറ അതാണ് വാക്ക്. മുനാഫിക്കിൻ്റെ ലക്ഷണം പറഞ്ഞെടുത്ത് തർക്കിച്ചാൽ ചീത്ത പറയുമെന്ന് പറഞ്ഞില്ലേ, പരസ്പരം തർക്കിച്ചാൽ. ഹസീം എന്ന് പറഞ്ഞാൽ കുതർക്കിയായിരിക്കുന്നു, തർക്കിക്കുന്നവൻ അല്ലെങ്കിൽ ധാരാളം തർക്കിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഹസ്മ് എതിർകക്ഷി. മുബീൻ തെളിഞ്ഞ അല്ലെങ്കിൽ വ്യക്തമായ. മുകളിൽ അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകൂ എന്ന് പറഞ്ഞ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ മലക്കുകൾ വഴി സന്ദേശമറിയിക്കുന്നു, അഥവാ ചൈതന്യമറിയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ ബാക്കി അഥവാ അതിൻ്റെ ന്യായങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ മാത്രമാണ് ഇലാഹ് എന്നും, അതുപോലെ ആരെ റസൂലാക്കണമെന്ന് അവനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നും, എങ്ങനെ ജീവിക്കണമെന്നുള്ള സന്ദേശം അവനാണ് ഇറക്കുന്നത് എന്നും ഒക്കെ പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അത് ഖലഖസ്സമാവാത്തി വൽ അർള ബിൽ ഹഖ്. ഒന്ന്, അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ സൃഷ്ടിച്ചവൻ അവനാണ്. ആകാശങ്ങളെയും ഭൂമിയെയും, അഥവാ ഈ പ്രപഞ്ചം അവൻ്റെ സൃഷ്ടിയാണ്. പിന്നെ ഈ പ്രപഞ്ചം അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെ ഒരു തമാശ കാണിച്ചതല്ല, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ സൃഷ്ടിച്ചതല്ല. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ പറയുന്നത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, തഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. റബ്ബെ, ഇത് അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് അവർ പറയും, നാഥാ നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന്. ഈ കാര്യം നേരത്തെ തൊട്ടു മുമ്പ് ഉള്ള സൂറത്തിൽ അഥവാ സൂറത്തുൽ ഹിജ്റിൽ 85-ാമത്തെ ആയത്തിലും പറയുന്നുണ്ടല്ലോ, വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ ഇടയിലുള്ളതിനെയും നാം ഹഖ് ആയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല, കാര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ വമാ കുന്ന ലാഇബീൻ, നമ്മൾ തമാശ കാണിക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ വിനോദിക്കുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. സൂറത്തു ദുഖാനിൽ കാണാൻ കഴിയും ഇങ്ങനെ, മാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, കളിക്കുന്നവനായിട്ട് സൃഷ്ടിച്ചതല്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, അവ രണ്ടിനെയും കാര്യത്തിൽ സൃഷ്ടിച്ചതാണ്. കാര്യത്തിൽ സൃഷ്ടിച്ചതാണ് എന്ന് ഇവിടെ പറയുന്നത് എന്തിനാണ്? ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് തോന്നിയ പോലെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഭൗതികന്മാർ വെച്ച് പുലർത്തുന്നത്. ആത്മീയതയുള്ള ദൈവവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സാധനത്തിനെ ദൈവമായി സ്വീകരിച്ച് അതിനെ പൂജിച്ച് അതിനെ ആരാധിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടാം.
എന്ന കാഴ്ചപ്പാടാണ്. ഫലത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന്, ഞങ്ങളൊരു ദൈവത്തെ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള ഒരു ആത്മീയത, അതാണ് മുശ്രിക്കുകളുടെ മുഴുവനും ആത്മീയത എന്ന് പറയുന്നത്. അവർക്ക് പറ്റുന്ന തരത്തിൽ ഒരു ദൈവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എന്തോ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പിന്നെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ അവകാശവാദങ്ങളും പിന്നെ അതിനു വേണ്ടി കുത്തും കൊലയും മനുഷ്യരെ കൊന്നൊടുക്കലും വരെ ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇത് ആര് പറഞ്ഞു? അത് അവരെന്നെ ഉണ്ടാക്കിയ ദൈവം അവരോട് പറഞ്ഞു. അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ ആർക്കും കയറി ദൈവമാകാവുന്ന, അല്ലെങ്കിൽ ജീവിതം എങ്ങനെ വേണമെന്ന് ആർക്കും തീരുമാനിക്കാവുന്ന ഒരു കോൺഫിഗറേഷനിലല്ല അല്ലാഹു തആല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ബിൽ ഹഖ് കാര്യത്തിലാണ്. ഏതുപോലെ ഒരു കുത്തഴിഞ്ഞ വ്യവസായ സ്ഥാപനം ആരൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പണിയെടുക്കാതെ അതിൽ കേവലം ഉല്ലസിച്ച് നടക്കുന്നുണ്ട് തൊഴിലാളികൾ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് പറയുകയാണ്, ഞാനിതൊരു കാര്യത്തിനുണ്ടാക്കിയതാണ്. അഥവാ ഇതിലെ ഓരോ മെഷീനറിയും ഓരോ പ്രവൃത്തിയും കാര്യത്തിനുള്ളതാണ്. അഥവാ ഇതിന് ഒരു അനന്തരഫലമുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെറുതെ അല്ല. പകരം ആ ജോലി ഒക്കെ അവർ കാര്യക്ഷമമായി ഗേറ്റ് കീപ്പ് ചെയ്യുന്നത് കാര്യത്തിൽ അയാൾക്ക് കൊടുത്തൊരു ജോലിയാണ്. ആ ഫാക്ടറിയിലെ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു റോളുണ്ട്. അവരത് ചെയ്യാതിരുന്നാൽ ഈ കമ്പനിയുടെ പ്രവർത്തനം താളം തെറ്റും. അങ്ങനെ എന്നിട്ട് പിന്നെ അവർക്ക് തോന്നിയതൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല ഇത്, പകരം കാര്യത്തിൽ സൃഷ്ടിച്ചതാണ്. അഥവാ ഇത് വളരെ ആസൂത്രിതമാണ്. മനുഷ്യനെ, അതാണ് ഭൂമി ചേർത്ത് പറഞ്ഞത്. ആകാശം എങ്ങനെ ചലിക്കണം, എന്തൊക്കെ അവിടെ നടക്കണം, അവിടെ നമ്മളുടെ സമീപ ആകാശത്ത് സൂര്യൻ, അതുപോലെ കാറ്റ്, അന്തരീക്ഷം, മഴ, ഇങ്ങനെയൊക്കെ ഉള്ളത് മനുഷ്യൻ്റെ ജീവിതം ഭൂമിയിൽ നിലനിന്നു പോകാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടാനുകോടി ഗോളങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു ഗോളവും ഒരിക്കലും വഴിതെറ്റി വന്ന് ഭൂമിയെ ഇടിച്ച് അങ്ങ് നശിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലാഹു തആല തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് നടക്കുകയില്ല. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് 16 ലക്ഷം ഉൾക്കൊള്ളാൻ മാത്രം വലിയ അഗാധ ഗർത്തങ്ങളുള്ള സൂര്യൻ ഭൂമിയുടെ അടുത്തുകൂടി പോകുമ്പോൾ ഭൂമിയെ അങ്ങോട്ട് പിടിച്ച് വിഴുങ്ങുക എന്നതൊന്നും നടക്കുകയില്ല. ഇത് വളരെ ആസൂത്രിതമാണ്. ഇത് വളരെ ആസൂത്രിതമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിക്കാൻ വിട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതവും വളരെ കാര്യഗൗരവത്തിലുള്ളതാണ്. അഥവാ അത് എന്തെങ്കിലും സ്കൂളിൽ കുട്ടികളെ വെറുതെ അങ്ങ് തുറന്നു വിട്ടതല്ല. അവർക്ക് ഒരു സിലബസും ഒരു പീരീഡും ഒരു പഠന വിഷയവും സ്വാഭാവികമായിട്ടും അതിനൊരു എക്സാമും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ കാര്യത്തിലാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് വളരെ വ്യാപകമായ അർത്ഥതലങ്ങളുള്ളതാണ് ബിൽ ഹഖ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഓരോ പ്രവർത്തനവും ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, കാര്യഗൗരവത്തിൽ ചെയ്തതാണ്. അതുപോലെ അതിനെ തുടർന്ന് അതിൻ്റെ വിലയിരുത്തലുകൾ ഒക്കെ ഉണ്ടാകും. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നക്കും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നും നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരികയില്ല എന്നും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം വെറുതെ ഇങ്ങനെ ജീവിക്കുകയല്ല, പകരം അവൻ്റെ ജീവിതം വളരെ കൃത്യമായൊരു ദൗത്യമാണ്. ആ ദൗത്യനിർവഹണത്തിന് കൃത്യമായ പ്രമാണമുണ്ട്. അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നും എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്നുമൊക്കെ കൃത്യമായ രേഖയും പ്രമാണവുമുണ്ട്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവന് പ്രതിഫലമുണ്ട്. ഇതൊക്കെ ആസൂത്രിതമാണ് എന്നർത്ഥം. തആല അമ്മാ യുശ്രികൂന, അത് മുകളിൽ പറഞ്ഞത് തന്നെയാണ്. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം ഉന്നതനാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ആസൂത്രണത്തിലും അവൻ്റെ സൃഷ്ടിപ്പിലുമൊന്നും അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളാക്കപ്പെടുന്ന ആളുകൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് മാത്രമല്ല, പങ്കു ചേർക്കാൻ ഏതെങ്കിലും ഒരു നിലയ്ക്ക് യോഗ്യതയുള്ളവർ പോലുമല്ല അവർ. കാരണം എന്താണ്? അവർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു റോള് അവർക്കില്ല. അവരുടെ അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു തീരുമാനവും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. പിന്നെ ഇതിൻ്റെ സൃഷ്ടിപ്പിൽ പങ്കില്ല എന്ന് മാത്രമല്ല, ഇത് കണ്ടു നിൽക്കാൻ പോലും മാ അഷ്ഹത്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്,
ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിന് അവരെ സാക്ഷികളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു നിൽക്കാൻ പോലും അവർ വന്നിട്ടില്ല. അങ്ങനെ ഒരു റോളുമില്ലാത്ത ആളുകൾ അവരെക്കുറിച്ച് ചില ആളുകൾ അവരെ പേടിച്ചിട്ട് അവരെ പിണക്കിയാൽ ഞങ്ങൾ കുടുങ്ങും എന്ന് ഭയപ്പെട്ട് അവർക്ക് കീഴ്പ്പെട്ട് അവരെ ആരാധിച്ച് അല്ലെങ്കിൽ അവരെ അനുസരിച്ച് ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. വേറെ ചിലർ അവരെ സ്നേഹിച്ച് അവരെ ബഹുമാനിച്ച് അവരെന്തോ വലിയ സംഭവമാണ്. എന്നാൽ അള്ളാഹുവിനോട് ചേർത്ത് പറയാൻ പോലും യോഗ്യരല്ല ഈ ദൈവങ്ങളൊന്നും. എന്നാൽ അള്ളാഹുവോ അവൻ വളരെ അത്യുന്നതനുമാണ്. അതുകൊണ്ട് തന്നെ അവനൊന്ന് വിചാരിച്ചു, ഇവർ വേറെ ഒന്ന് തീരുമാനിച്ചു. ബാക്കിയുള്ള ദൈവങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ബാക്കിയുള്ള ഒരു ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം മറ്റേ ദൈവത്തിന് വളരെ വെറുപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എതിരാളികളാണ്. അവർ തമ്മിൽ ഫൈറ്റാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു താല തന്നെ പറയുന്നത് അവർ തമ്മിൽ തന്നെ ശണ്ട കൂടുകയും ഓരോ ഇലാഹും അവർ സൃഷ്ടിച്ചതുമായിട്ട് പോകുകയും അതുപോലെ പ്രപഞ്ചം തന്നെ ഫസാദാകുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഇത് നിലനിൽക്കുന്നത് ഈ ദൈവങ്ങളായി കരുതപ്പെടുന്ന ഒരു ശക്തിക്കും ഒരു റോളും ഇതിലില്ലാത്ത വിധം അത്യുന്നതമാകുന്നു അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മുകളിൽ പറഞ്ഞത് പറയാൻ അവൻ അർഹതയുണ്ട്. ഞാനല്ലാതെ ഇലാഹില്ല എന്നും എന്നെ അനുസരിച്ചും എനിക്ക് കീഴ്പ്പെട്ടും എൻ്റെ അടിമത്തം അംഗീകരിച്ചും എന്നെ ആരാധിച്ചും എന്നെ സൂക്ഷിച്ചും എൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും വേണം ജീവിക്കാനെന്നും പറയാൻ അവന് അർഹതയുണ്ട്. കാരണം അവനാണ് ഉണ്ടാക്കിയത്, കാര്യത്തിലുണ്ടാക്കിയതാണ്. അവരല്ലാത്തവർക്കൊന്നും ഇതിൽ യാതൊരു സ്ഥാനവും ഇല്ല. പിന്നെ ഇത് പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ്. ഇനി മനുഷ്യൻ്റെ കാര്യമോ? മനുഷ്യൻ എന്തോ വലിയ സംഭവമാണോ? അല്ലെന്നാണ് പറയുന്നത്. ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. മനുഷ്യൻ അവൻ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ ജാതികളുടെയൊക്കെ അടിസ്ഥാനം ഞങ്ങൾ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ജനിച്ചവരാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നാണ്, കാലിൽ നിന്നാണ്, ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളുടെ പേരിൽ ജാതി, അതുകൊണ്ട് ഞങ്ങളാണ് മേധാവികൾ, ഞങ്ങൾ പറയും പോലെ ബാക്കിയുള്ളവർ കേട്ടുകൊള്ളണം, ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഭൗതികന്മാരുടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മഹാസൃഷ്ടിയാണ്, അവൻ പ്രകൃതി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ്. അതൊന്നുമല്ല. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, സ്ഖലിക്കുന്ന തുള്ളിയിൽ നിന്ന്, തുള്ളിയായി ഉറ്റി വീഴുന്ന വെള്ളത്തിൽ നിന്ന് അഥവാ ബീജത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. അവൻ സൃഷ്ടിച്ചതല്ലെങ്കിൽ സ്വന്തമായി അസ്തിത്വം ഉണ്ടാകുമായിരുന്നു. മുശ്രിക്കുകളിൽ ചിലർ പരലോകത്തെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സൂറത്തുൽ കഹ്ഫിൽ വലയിൻ റുദിത്തു ഇലാ റബ്ബി ല അജിദന്ന ഖൈറം മിൻഹ മുൻഖലബ. ഇനി പറയുന്നത് പോലെ അങ്ങനെ ഒരു പരലോകം ഉണ്ടാകുകയും റബ്ബിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു ചെല്ലേണ്ടി വരികയും ചെയ്താൽ ഇവിടെ സൗഭാഗ്യവാനായ എനിക്ക് അവിടെയും കിട്ടും ഇമാതിരിയൊക്കെ. കാരണം ഇതെൻ്റെ ജന്മസമയത്തിൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെയൊക്കെ ഗുണമാണ് എന്ന് അവകാശപ്പെടുകയാണ്. അല്ല, മനുഷ്യൻ അവൻ്റെ ഉത്ഭവത്തിൻ്റെ പേരിൽ യാതൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത മഹി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത്, വളരെ വെറുപ്പുണ്ടാക്കുന്ന വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പുണ്യജലമായിട്ട് കരുതുന്നത് പോലുമല്ല, ഒരു വൃത്തികേടായിട്ട് മനുഷ്യൻ കരുതുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉത്ഭവം. എന്നിട്ടോ ഫൈദാ ഹുവ ഖസീമും മുബീൻ, അവൻ വ്യക്തമായ കുതർക്കിയായിരിക്കുന്നു. അഥവാ മനുഷ്യൻ ഉസ്തഗന, അവനെ എൻ്റെ കാര്യത്തിന് ഞാൻ മതി എന്നും, അതുപോലെ അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് യജമാനൻ എന്നും, എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്നും, ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിനോട് എതിരിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു. അതെന്തുമാത്രം വലിയ വിഡ്ഢിത്തമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയാനൊന്നും മനുഷ്യന് യാതൊരു യോഗ്യതയുമില്ല എന്നാണ് അള്ളാഹു താല പറഞ്ഞുറപ്പിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ ജീവിത വിഭവങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ക്രെഡിറ്റും അള്ളാഹുവിന് തന്നെയാണ് എന്നാണ് അടുത്ത ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.